നമസ്കാരം. കോവിഡ് കാലത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഡിമാൻഡുള്ള മോഡലുകളിൽ ഒന്നായി മാറിയിരിക്കുകയായിരുന്നു 7 സീറ്റർ വണ്ടികളുടെ സെഗ്മെന്റ്. കുറഞ്ഞ വിലയിൽ വലിയ ഫാമിലിക്ക് പറ്റിയ 7 സീറ്റർ വണ്ടികളാണ് ഇപ്പോൾ പലരും നോക്കുന്നത്. എന്നാൽ ബജറ്റ് നോക്കി നീണ്ടകാലം ഉപയോഗിക്കാൻ പറ്റിയ വലിയ വാഹനങ്ങൾ അന്വേഷിക്കുന്നവരും ഏറെയാണ്. SUV-കൾ ഇപ്പോൾ ട്രെൻഡായതിനാൽ തന്നെ പലർക്കും 7 സീറ്റർ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളിലാണ് കണ്ണുകളുള്ളത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ചില മികച്ച 7 സീറ്റർ SUV-കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഹീന്ദ്ര ബൊലേറോ നിയോ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും താങ്ങാനാകുന്ന 7 സീറ്റർ SUV മോഡലാണ് ഇത്. ഇതിൻ്റെ ബേസ് മോഡൽ N4 വേരിയൻറ്റിന് 9,95,000 രൂപയാണ് എക്സ്-ഷോറൂം വിലയായി വരുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി മാത്രം വരുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൃദയം. ഇത് 100 bhp പവറിൽ 260 Nm ടോർക്ക് നൽകാൻ ശേഷിയുള്ളതാണ്. നിയോയുടെ ടോപ്പ് വേരിയന്റുകളുടെ പിന്നിൽ മെക്കാനിക്കൽ ലോക്കിംഗ് ഡിഫറൻഷ്യലും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. മഹീന്ദ്ര ബൊലേറോയും നമുക്ക് തള്ളിക്കളയാനാകുന്ന ഒരു വാഹനമല്ല. 9,98,000 രൂപ മുതലാണ് ബൊലേറോയുടെ നിലവിലെ വില ആരംഭിക്കുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടുകളായി രാജ്യത്ത് വിൽപ്പനയ്ക്കെത്തുന്ന വർക്ക് ഹോഴ്സ് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമായിട്ടാണ് വരുന്നത്. ഇത് 76 bhp കാര്യത്തിൽ പരമാവധി 210 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഈ ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ 5 സ്പീഡ് മാനുവലിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും 7 സീറ്റർ SUV-കളിലെ ബജറ്റ് ഫ്രണ്ട്ലി വാഹനമാണിത്. ഇന്ത്യൻ വാഹന ബ്രാൻഡുകൾക്ക് പുറമെ വിദേശ നിർമ്മിത കാറുകളും ഇത്തരത്തിൽ വരുന്നുണ്ട്. 7 സീറ്റർ SUV-കളിലെ വിഭാഗത്തിൽ സിട്രൺ C3 എയർക്രോസ് ആണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ വാഹന ശ്രേണിയിലെ ഏറ്റവും മികച്ച വണ്ടികളിൽ ഒന്നായ ഇത് 5 മുതൽ 7 സീറ്റർ ഓപ്ഷനുകളിൽ വാങ്ങാനാകുന്ന ചുരുക്കം ചില സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ ഒന്നാണ്. 11,96,000 രൂപ മുതൽ മുടക്കിയാൽ അത്യാവശ്യം മികച്ച ഫീച്ചറുകളുള്ള 7 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന C3 എയർക്രോസ് വാങ്ങാൻ സാധിക്കുന്നതാണ്. 110 bhp അതുപോലെ തന്നെ 206 Nm ടോർക്ക് എന്നിവയുള്ള 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ ലഭ്യമാണ്. ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷനുള്ള ഏറ്റവും താങ്ങാനാകുന്ന 7 സീറ്റർ SUV-കളിൽ ഒന്ന് തന്നെയാണ് സിട്രൺ C3 എയർക്രോസ് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വില കഴിയുന്നത്ര താങ്ങാനാവുന്ന തരത്തിൽ നിലനിർത്തിക്കൊണ്ട് 3-ാം നിരയിൽ 2 സീറ്റുകൾ കൂടി ഉൾപ്പെടുത്താൻ ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ കാണിച്ച ധൈര്യവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മഹീന്ദ്ര സ്കോർപിയോയുടെ ക്ലാസിക്കും ഈ ഒരു വിഭാഗത്തിൽ പേരുകേട്ട ഒരു വാഹനമാണ്. സ്കോർപിയോയുടെ ഏറ്റവും പുതിയ മോഡലായ N വിപണിയിലുണ്ടെങ്കിലും ആദ്യ തലമുറയ്ക്ക് ഇപ്പോഴുള്ള ഫാൻ ബേസിനെ കണക്കിലെടുത്താണ് ക്ലാസിക് വിപണിയിൽ നിലനിർത്താൻ മഹീന്ദ്ര തീരുമാനിച്ചത്. 13,59,000 രൂപ മുതൽ വില വരുന്ന മോഡൽ 9 സീറ്റർ കോൺഫിഗറേഷനുകളിൽ വാങ്ങാനും സാധിക്കുന്നതാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി സെറ്റ് ചെയ്ത 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് സ്കോർപിയോ ക്ലാസിക്കിന് തുടിപ്പേകുന്നത്. ഇത് 130 bhp കാര്യത്തിൽ 300 Nm ടോർക്കാണ് നൽകുന്നത്. മഹീന്ദ്ര സ്കോർപിയോ N ഈ ഒരു വിഭാഗത്തിൽ പേരുകേട്ട ഒരു വാഹനം തന്നെയാണ്. പുതിയ ഫീച്ചറുകളും മെച്ചപ്പെട്ട എഞ്ചിൻ ഓപ്ഷനുകളും ഉൾക്കൊള്ളുന്ന സ്കോർപിയോ N ലിസ്റ്റിലെ അടുത്ത 7 സീറ്റർ SUV-കളിൽ മുൻപന്തിയിലുണ്ട്. വെറും 13,85,000 രൂപ മുതൽ എക്സ്-ഷോറൂം വിലയുള്ള ഈ ഒരു വാഹനത്തിൻ്റെ 2.0 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് മുകളിൽ സൂചിപ്പിച്ച വില വരുന്നത്. അതേസമയം 50,000 രൂപ കൂടി അധികമായി നൽകിയാൽ 2.2 ലിറ്റർ ഡീസൽ പതിപ്പും മുറ്റത്ത് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പോക്കറ്റ് കീറാതെ അത്യാവശ്യം ഫാമിലിക്ക് പോകാൻ പറ്റിയ 7 സീറ്റർ വാഹനങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റുള്ള വാഹനങ്ങളെല്ലാം തന്നെ 15 ലക്ഷത്തിന് മുകളിൽ വരുന്നതാണ്. ഇപ്പോൾ നമുക്കത് 9 ലക്ഷത്തിനും ഒരു 13 ലക്ഷത്തിനും ഇടയിലുള്ള വാഹനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ പൈസ മുടക്കാതെ ഫാമിലിക്ക് മുൻഗണന നൽകി ഒരുപാട് സ്പേസ് ഉള്ളൊരു വാഹനം കുറഞ്ഞ വിലയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനുകളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്.